അതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അലീനയെ സ്റ്റാൻലിയുടെ വീട്ടിലേക്കാക്കിയതിനു ശേഷം ബാലചന്ദ്രന്റെ കാറ് അകന്നു പോയതോടുകൂടെ അലീനയുടെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത പടർന്നു. ചുറ്റും അപരിചിതമായൊരു ലോകം. വലിയ തൂണുകളും വില കൂടിയ ഫർണിച്ചറുകളും ഒക്കെയുള്ള ആ ഒരു വീട് അവൾക്ക് വല്ലാതെ അപരിചിതമായി തോന്നി. തന്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിന്റെ വീടാണിതെന്നൊക്കെ അവൾക്കറിയാം. പക്ഷേ മനസ്സിലൊരു തരിമ്പ് പോലും സന്തോഷമുണ്ടായിരുന്നില്ല. കാറ് ഗേറ്റ് കടന്നു പോകുന്നതും നോക്കി അവൾ അവിടെ തന്നെ അങ്ങ് നിന്നുപോയി. സ്റ്റാൻലി ജോസഫ് ആ വീട്ടിലെ ജോലിക്കാരോട് അലീന ആരാണെന്നത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആന്റപ്പനും ബൈജുവിനും ഈ ഒരു പെൺകുട്ടി ആരാണെന്നറിയാൻ വല്ലാത്ത ആകാംക്ഷയുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. അവസാനം ആന്റപ്പൻ തന്നെ മുൻകൈയെടുത്ത് അലീനയുടെ അടുത്തേക്ക് ചെന്നു. കുട്ടി എന്താ വിളിക്കേണ്ടത്? ആന്റപ്പനോട് സംശയത്തോട് ചോദിച്ചു. അലീന. അവനെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്നെ അലീന എന്ന് വിളിച്ചാൽ മതി. കുഞ്ഞു മുതലാളിയുടെ ആരായിട്ട് വരും. ആന്റപ്പൻ വിടാഭാവമില്ലായിരുന്നു. അത് മുതലാളിയോട് തന്നെ ചോദിച്ചാൽ മതി, അലീന ശാന്തമായി പറഞ്ഞു. ആന്റപ്പനൊന്ന് പരിങ്ങി. അല്ല, ഞങ്ങൾ ഇതിനു മുൻപ് കുഞ്ഞിനെ ഇവിടെ കണ്ടിട്ടില്ല. മുതലാളിയുടെ ഒരുമാതിരി സ്വന്തക്കാരൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാ, അതുകൊണ്ട് ചോദിച്ചതാ. അലീന അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴൊക്കെ ബൈജുവും അടുത്തേക്ക് വന്നു. പിന്നെ ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. ആരാ, എന്താ, എവിടുന്നാ വന്നിരിക്കുന്നതെന്നൊക്കെ അങ്ങനെ ഒരുപാട് തുരുതുരാ ചോദ്യങ്ങൾ. അവസാനം സഹിക്കെട്ട് അലീന പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേര് അലീന എന്നാണ്. ഞാൻ ജനിച്ചതും വളർത്തുമൊക്കെ കഴക്കൂട്ടത്തിലെ ഒരു അനാഥാലയത്തിലാ. 21 വർഷം ഞാൻ അവിടെ തന്നെയായിരുന്നു. പിന്നെ കുറച്ചു കാലം ഒരിടത്ത് വീട്ടുജോലിക്ക് നിന്നു. ഇത് കേട്ടപ്പോൾ ആന്റപ്പനും ബൈജുവും അങ്ങ് അന്തം വിട്ടുപോയി. അവർ പരസ്പരം നോക്കി. ഒരു അനാഥ പെണ്ണിന് വേണ്ടിയിട്ടാണോ മുതലാളി ഇത്രയും വലിയൊരു ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടത്തിയത്? അതും ഒരു വീട്ടുജോലിക്കാർക്ക് വേണ്ടിയിട്ട്? അല്ല, ഈ വീട്ടുജോലിക്കാരി എന്ന് വെച്ചാൽ ആന്റപ്പൻ സംശയത്തോടെ ഒന്ന് വീണ്ടും ചോദിച്ചു. അലീനയ്ക്ക് ചിരി വന്നു. വീട്ടുജോലി എന്ന് വെച്ചാൽ അറിയില്ലേ ചേട്ടാ? മുറ്റമടിക്കണം, തൂത്തു തുടക്കണം, തുണി അലക്കണം, ചോറും കറിയും വെക്കണം, പിന്നെ പാത്രം കഴുകണം, അങ്ങനെ കുറേ അധികം ജോലികളുണ്ടായിരുന്നു. അതും പറഞ്ഞ് ആന്റപ്പനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അലീന മുന്നോട്ട് നടന്നു. ആന്റപ്പനും ബൈജുവും അവൾ പോകുന്നതും നോക്കി അവിടെ തന്നെ അങ്ങ് നിന്നുപോയി. ഇതെന്താ കഥ എന്നറിയാതെ അവരാകെ കുഴങ്ങി പോവാണ്. ഇതേ സമയത്തന്നെ കടപ്പാട്ടൊരു വീട്ടാകെ ശോകമൂകമായിരുന്നു. അവിടെ ആരും പരസ്പരം മിണ്ടുന്നില്ലായിരുന്നില്ല. ബാലചന്ദ്രനും അലീനയും പോയിട്ട് മനു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നില്ല. ആ സമയത്തന്നെ അവിടെ നിന്ന് പോവാൻ കുട്ടികൾ വല്ലാതെ ഒറ്റപ്പെടുമെന്ന് അവൾക്ക് തോന്നി. അവൾക്കൊരു ആശ്വാസമായി താൻ അവിടെ നിൽക്കുന്നത് നല്ലതാണെന്ന് മനു തീരുമാനിച്ചു. ഉച്ചയായപ്പോൾ മനു തന്നെ മുൻകൈയെടുത്ത് ബബിതയെ കൊണ്ട് തന്നെ ഊണ് വിളമ്പിച്ചു. എല്ലാവരെയും നിർബന്ധിച്ച് ഊൺമേശയിലിരുത്തി. മനുവിൻ്റെ ആ ഒരു സാന്നിധ്യം അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എങ്കിലും ബബിതയുടെയും രോഹിത്തിൻ്റെയും കൃഷ്ണമോളുടെയും മുഖത്ത് വലിയ സങ്കടം നേളിച്ചു. അലീന ആ വീട്ടിൽ നിന്നും പോയി എന്ന സത്യം അവർക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ അവരുടെ സങ്കടം മാറ്റാനൊന്നും അവന് കഴിഞ്ഞില്ല. അതിന് കുറച്ച് ദിവസമെടുക്കുമെന്ന് അവനറിയാമായിരുന്നു. ഇതുവരെ അവർക്ക് എന്തിനും ഏതിനും അവളായിരുന്നു കൂട്ട്. അവരെ സ്നേഹത്തോടെ ശാസിക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനും ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോയി നയിക്കാനൊക്കെ അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനൊക്കെ അവൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവരെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് അവൾ സ്നേഹിച്ചിരുന്നത്. ആ വീടിൻ്റെ വെളിച്ചവും ആത്മവിശ്വാസവും അവൾ തന്നെയായിരുന്നു. അതിപ്പോൾ അവൾക്ക് നഷ്ടമായിരിക്കുന്നു. ആ വീട് ഇപ്പോൾ തികച്ചും ശൂന്യമായി എന്ന് മനുവിന് തോന്നി. താൻ ഇനി ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും അവൻ തന്നെ ചിന്തിച്ചു. അലീനയില്ലാതെ ആ വീട്ടിലേക്ക് വരുന്നത് ഓർക്കുമ്പോൾ തന്നെ മനുവിൻ്റെ മനസ്സ് വല്ലാത്ത സങ്കടത്തിലായി. അവളുടെ സ്നേഹം നിറഞ്ഞ ആ ചിരിയും മനുവേട്ട എന്നുള്ള ആ ഒരു വിളിയും ഇനി ഈ വീട്ടിൽ കേൾക്കില്ല. അതോർത്തപ്പോൾ മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പോഴാണ് ബബിത അവനെ വിളിച്ചത്. എവിടെ പോയാലും അവസാനം അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുമല്ലേ മനുവേട്ട? അവളുടെ ശബ്ദത്തിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. മനു പെട്ടെന്ന് കണ്ണു തുടച്ച് അവളോട് മറുപടിയായി അവൻ പറഞ്ഞു. തീർച്ചയായും അവൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. അവൾ ഈ കുടുംബത്തിന്റെ ഭാഗമാണെന്നും അവസാനം അവൾ ഇവിടെ തന്നെ വന്നു ചേരുന്നുണ്ടെന്നാണെന്നും ഇന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാത്രി 8 മണി കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രൻ തിരിച്ചു വന്നത്. പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ ബബിത ഓടി വന്ന് സിറ്റൗട്ടിലേക്ക് വന്നു. രോഹിത്തും കൃഷ്ണമോളും അവൾക്ക് മുൻപേ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മനു അപ്പോഴേക്കും സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും നോട്ടം കാറിനകത്തേക്കായിരുന്നു. അച്ഛൻ്റെ കൂടെ അലീന ചേച്ചി തിരിച്ചു വന്നിട്ടുണ്ടാവുമോ? അച്ഛൻ കൊണ്ടുപോയി പുതിയ സ്ഥലത്ത് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്നതായിരിക്കുമോ? അടുത്ത മാസം 1-ാം തീയതി ജോലിക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ അച്ഛൻ്റെ കൂടെ തിരിച്ചു വരുമല്ലോ. ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. ബാലേന്ദ്രമേനോൻ കാറിൻ്റെ ഡോർ തുറന്നപ്പോൾ ഉള്ളിലെ ലൈറ്റ് തെളിഞ്ഞു. കാറിനകത്ത് അലീന ഇല്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും സങ്കടമായി. എല്ലാവർക്കും ആകെ വിഷമമായിരുന്നു. ബാലേന്ദ്രമേനോൻ പതിയെ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഇതെന്താ എല്ലാവരും കൂടെ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. ബബിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാവൽ നിൽക്കൊന്നുമല്ല, വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ വെറുതെ ഒന്ന് വന്നു നോക്കിയതാ. അങ്ങനെ ഒരു പതിവ് ഇത്ര നാളും ഇവിടെ ഇല്ലായിരുന്നല്ലോ. ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ബബിതക്കത് കേട്ടപ്പോൾ കലിപ്പായി. അച്ഛൻ വലിയ വാചകം പഠിക്കൊന്നും വേണ്ട, അലീന ചേച്ചി കൊണ്ടുപോയി വിട്ടോ? കൊള്ളാം, അതിനല്ലേടി ഞാൻ പോയത്, അദ്ദേഹം മറുപടി പറഞ്ഞു. രോഹിത് ഇടപെട്ടു. എവിടെയൊക്കെ അച്ഛ അലീന ചേച്ചി കൊണ്ടുപോയി വിട്ടത്? ഇനിയെങ്കിലും അച്ഛൻ ഞങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞൂടെ? ബാലേന്ദ്രമേനോൻ ശാന്തമായി പറഞ്ഞു. അതിനെന്താ പറയാലോ,
കുളത്തിപ്പുഴ എന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ അവളെ കൊണ്ടുപോയി വിട്ടത്. അവൾ അവിടെ മനസമാധാനത്തോടെ ജീവിച്ചു പോയിക്കോട്ടെ. കൃഷ്ണമോൾക്ക് ആകാംക്ഷയായി. അല്ലച്ച, എന്ത് ജോലിയാ ചേച്ചിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്? അവിടെ റബ്ബർ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ടാ. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോൾ ചേച്ചിയുടെ താമസമൊക്കെ ഓക്കെയായോ? അതിനൊക്കെ അവിടെ നല്ല സൗകര്യമുണ്ട്. അലീനക്ക് അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രോഹിത്തിന് സങ്കടം വന്നു. അച്ഛാ, ഇഷ്ടപ്പെട്ടിട്ടാണോ? ഇവിടെ നിന്നും പോവാൻ അവൾക്ക് മനസ്സുണ്ടായിട്ടാണോ? വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ? അവൻ ചോദിച്ചു. വീണ്ടും അവൻ ചോദിക്കണേ. അച്ഛൻ തിരിച്ചു പോന്നപ്പോൾ ചേച്ചിക്ക് വലിയ വിഷമമായി കാണുമല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? അവൾക്ക് സങ്കടമുണ്ടാവില്ലേ? ആകെ കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ ഒരു വിധത്തിലങ്ങ് സമാധാനിപ്പിച്ചങ്ങ് പോകുന്നത്, ബാലേന്ദ്രമേനോൻ പതുക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബബിതയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അപ്പോൾ തന്നെ ഈ അച്ഛന് അലീന ചേച്ചി വിളിച്ചോണ്ട് പോകുന്നൂടായിരുന്നോ? ഈ അച്ഛൻ്റെ ഒരു കാര്യം. ദേഷ്യത്തോടെ അതും പറഞ്ഞ് ബബിത അകത്തേക്കങ്ങ് കയറിപ്പോയി. അവളുടെ ഉള്ളിലെ വിഷമം ബാലേന്ദ്രനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അദ്ദേഹം പതിയെ മനുവിനെ നോക്കി. നീ എന്താ തിരിച്ച് വീട്ടിലേക്ക് പോവാത്തത്? അതോ പോയി വീണ്ടും മടങ്ങി വന്നതാണോ? അല്ല അങ്കിൾ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് മനു പറഞ്ഞു. ബാലമേന്ദ്രമേനോനെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അകത്തേക്ക് കയറി. മനുവും പിന്നാലെ പോയി. കൃഷ്ണെ, ചോറ് വിളമ്പിക്കോ, ബബിതയെ കൂട്ടി വിളിച്ചോ. രോഹിത്, നീയും പോയിട്ട് അവരെ സഹായിക്ക്. അങ്ങനെയും പറഞ്ഞ് അദ്ദേഹം മുകളിലേക്ക് കയറി പോവാണ്. ബാലചന്ദ്ര മേനോൻ കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും മനു അദ്ദേഹത്തിന്റെ മുറിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്താ എന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണോ? അദ്ദേഹം ചോദിച്ചു. അങ്കിളിന് വിഷമൊന്നുമില്ലേ അലീനെ അവിടെ വിട്ടിട്ട് പോകുന്നതിൽ? മനു ചോദിക്കണേ. ബാലചന്ദ്ര മേനോൻ മനുവിനെ നോക്കി. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മനു. ഞാൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നതൊന്നുമല്ലല്ലോ. അതല്ല അങ്കിൾ നമ്മുടെ നോട്ടവും കരുതലും ഒന്നും എത്താത്ത ആ ഒരു സ്ഥലത്തേക്കല്ലേ അവളെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. മനുവിന്റെ ശബ്ദത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു. എടാ, നീ കരുതുന്നത് പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം ആശ്വസിപ്പിച്ചു. അങ്കിൾ എന്തിനാ എന്നിൽ നിന്നും ഇതൊക്കെ മറച്ചു വെക്കുന്നത്? അവളെ പറ്റി എല്ലാം അറിയാവുന്ന ഒരാളല്ലേ ഞാൻ. മനു വിടാൻ ഭാവമില്ലായിരുന്നു. ബാലചന്ദ്രമേനോൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ ആ വാതിലങ്ങ് അടച്ചിങ്ങോട്ടേക്ക് വാ, ഞാൻ പറയാം. മനു വേഗം പോയി വാതിലടച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു. ഇനി പറ, നിനക്കെന്താ അറിയേണ്ടത്? അദ്ദേഹം ചോദിച്ചു. അല്ല അങ്കിൾ, എൻ്റെ അടുത്തൊരു സസ്പെൻസ് ഇട്ടിട്ടാണല്ലോ പോയത്. അലീന അവളുടെ ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അതെ, ഞാൻ പറഞ്ഞത് സത്യമാ മനു, അദ്ദേഹം സമ്മതിച്ചു. ആരാ അങ്കിളേത്? മനു ആകാംക്ഷയോട് ചോദിച്ചു. ബാലചന്ദ്രമേനോൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. അത് മറ്റാരുമല്ല, അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാ. ഇത് കേട്ടപ്പോൾ മനു ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അവിശ്വസനീയതയോടെ അവൻ വീണ്ടും ചോദിച്ചു. അലീനയുടെ അച്ഛനോ? അതെ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അലീനയെ അവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആരാണത് അങ്കിൾ? അത് നീ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമോ? എങ്കിൽ ഞാൻ പറയാം. മനുവിനത് കേട്ടപ്പോൾ ചെറിയൊരു പരിഭവം തോന്നി. അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്? അങ്കിൾ എന്നെ ഒട്ടും വിശ്വാസമല്ലേ? എടാ, നിന്നെ അല്ലാതെ ഞാൻ ആരെ വിശ്വസിക്കാനാ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് തന്നെ ഈ പറയാൻ തീരുമാനിച്ചത്. ഒരു റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. പുനലൂരിലെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെത്. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് അതെന്ന് പറഞ്ഞപ്പോൾ മനുവിൻ്റെ മുഖത്തുണ്ടായ മാറ്റം ബാലചന്ദ്രൻ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്ത് വല്ലാത്ത ഭയവും നിരാശയും നിഴലിച്ചു. അപ്പോൾ അങ്കിൾ വെറുതെ പറഞ്ഞതല്ല, അവൾ എനിക്ക് നഷ്ടപ്പെട്ടേക്കുമെന്ന് അല്ലേ? മനു ആശങ്കയോടെ പറഞ്ഞു. അവൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടവും പേടിയും ഉണ്ടായിരുന്നു. ബാലചന്ദ്രമേനോൻ അവനെ നോക്കിയിട്ട് പതിയെ പറഞ്ഞു. ഒരു പക്ഷേ അവളെ അവിടെ എല്ലാവരും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ. അദ്ദേഹം ആ വാചകവും പൂർത്തിയാക്കാതെ നിർത്തി. പക്ഷേ മനുവിന് അതിൻ്റെ അർത്ഥം വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. ഇനി ഒരിക്കലും അലീന തൻ്റേതാകില്ല എന്ന ചിന്ത അവന് വല്ലാതെ തളർത്തിക്കളഞ്ഞു. അവളുടെ പുതിയ പദവിയും വലിയ കുടുംബവും തനിക്കൊരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത അത്രമാത്രം ഉയരത്തിലാണെന്ന് മനുവിന് തോന്നി. അവൻ്റെ മനസ്സ് വല്ലാതെ പിടയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണണം. അവൻ്റെ ഉള്ളം കൊതിച്ചുകൊണ്ടിരുന്നു. താൻ ഇത്രയും കാലം ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ അലീന തൻ്റെ കയ്യിൽ നിന്നും വഴുതി പോകുമോ എന്നൊരു ചിന്തയിലായിരുന്നു മനു. അങ്ങനെ മനു ആകെ വിഷമിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരാം. ബൈ.